ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനെൻ്റെ ഒരു ഡ്രോയിങ് ജേണി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വലിയ വീഡിയോ ആണ്. എൻ്റെ ജേണി കംപ്ലീറ്റ് കാണിക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം എനിക്ക് ഏറ്റവും പഴയതെന്ന് പറയാനുള്ള ഒരു ഡ്രോയിങ് ഇതാണ് കേട്ടോ. പണ്ട് ഈ മാഗസിൻ്റെ ഒക്കെ മുഖചിത്രം നോക്കി വരയ്ക്കണതാണ് കേട്ടോ. പിന്നെയുള്ള ചിത്രം ഇതാണ്. ഇത് ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ ടൈമുള്ള പൃഥ്വിരാജിൻ്റെ പിക്കാട്ടോ. പിന്നെ ഈ ഡ്രോയിങ്സൊക്കെ ഞാൻ ഓൺലി ഒരു നട്രാജ് പെൻസിൽ, ഒരു HB നട്രാജ് പെൻസിൽ വെച്ച് വരച്ച ഡ്രോയിങ്സാണ് കേട്ടോ. അന്നൊന്നും നമുക്ക് പല ഷെയ്ഡ്സ് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ. അതായത് 6B 4B 3B അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അത് വാങ്ങാനുള്ള ക്യാഷും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെറും 1 പെൻസിൽ യൂസ് ചെയ്ത് വരച്ച ഡ്രോയിങ്സാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര വലിയ ഗുഡായിട്ടുള്ള പിക്ചറൊന്നും അല്ല അല്ലേ. അപ്പോൾ നമ്മൾ നല്ല ഡ്രോയിങ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പലതും വരച്ച് തെറ്റി, വീണ്ടും വരച്ച് തെറ്റി, അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ നല്ലൊരു ഡ്രോയിങ് വരയ്ക്കുന്ന രീതിയിലേക്ക് എത്തുള്ളൂ. അതായത് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. നമ്മൾ വരച്ച് മാത്രമേ നമ്മൾ ഒരു പ്രൊഫഷണൽ ഡ്രോയിങ്ങിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് ബുക്ക് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ കളർ പെൻസിൽ സ്റ്റാർട്ട് ചെയ്തത്. കളർ പെൻസിലും 10 രൂപയുടെ ഞാൻ ഫേബർ കാസ്റ്റലിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ ആദ്യം വരയ്ക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ അത് വെച്ച് വരച്ച ഡ്രോയിങ്സാണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യങ്ങൾ കൂടി ഉണ്ട്. നല്ല പൈസയുടെ പെൻസിലൊന്നും വേണമെന്നൊന്നുമില്ല നമുക്ക് നല്ലൊരു ഔട്ട്കം കിട്ടാൻ. ഞാൻ ഒരു പെൻസിൽ മാത്രം വെച്ച് വരച്ച ഡ്രോയിങ്സും നല്ല ഭംഗിയുള്ളതായിരുന്നു. അതൊരു നട്രാജ് HB പെൻസിൽ വെച്ച് വരച്ച ഡ്രോയിങ്ങും നല്ല ഭംഗിയുള്ള ഡ്രോയിങ്സ് തരുമായിരുന്നു. അതുപോലെ 10 രൂപയുടെ കളർ പെൻസിലില്ലേ ഫേബർ കാസ്റ്റലിൻ്റെ, അത് വെച്ച് വരച്ചതും നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചില കാര്യങ്ങൾ. അതായത് 10 രൂപയുടെ പെൻസിലിൽ വെച്ച് വരയ്ക്കാൻ പറ്റാത്ത ഷെയ്ഡുകൾ ഉണ്ട്. അല്ലെങ്കിൽ അത് വെച്ച് വരയ്ക്കുമ്പോൾ ഇത്രയും ഡാർക്ക്നെസ് മാത്രമേ കിട്ടുള്ളൂ കളറിന്, അല്ലെങ്കിൽ ഇത്രയും ഇൻറ്റൻസിറ്റി മാത്രമേ ഈ പെൻസിൽ വെച്ച് വരച്ചാൽ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ വേറെ വലിയ പൈസയുടെ സാധനങ്ങളിലേക്ക് പോകുന്നത്. ഈ ഡ്രോയിങ് കണ്ടോ, ഇതും 10 രൂപയുടെ പെൻസിൽ വെച്ച് വരച്ചതാട്ടോ. ഇവിടുന്ന് മുതലാണ് ഞാൻ പോർട്രേറ്റ് വരയ്ക്കാം, കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം ഇത് വരച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് വരയ്ക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് നല്ല പെൻസിലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, 10 രൂപയുടെ വേണ്ടാന്ന്. കാരണം അതുപോലെ പേപ്പറും കുറച്ച് ക്വാളിറ്റിയുള്ള പേപ്പർ ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയതും ഇത് വരച്ചപ്പോഴാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ, പെൻസിൽ വെച്ച് വരച്ചപ്പോൾ ഞാൻ ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഭയങ്കര ഹാർഡായി പ്രസ് ചെയ്ത് വരച്ചപ്പോൾ പേപ്പർ കീറാൻ തുടങ്ങി. അതുപോലെ എത്ര ഹാർഡായി വരച്ചിട്ടും വേണ്ട ഒരു കളർ എനിക്ക് കിട്ടുന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി നല്ല പെൻസിൽ വാങ്ങാൻ തോന്നിയത് കേട്ടോ. പക്ഷേ ഇതൊക്കെ 10 രൂപയുടെ പെൻസിലാട്ടോ. 10 ഇത് 10 or 30 റുപ്പീസിൻ്റെ ഇടയിൽ വരുന്ന ഒരു പെൻസിലാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊന്നും എനിക്ക് ഡാർക്ക്നെസ് കിട്ടാതായപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പെന്നും കൂടെ യൂസ് ചെയ്തപ്പോൾ അലമ്പായില്ലേ ഫോട്ടോ. അപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേണമെന്ന് തോന്നുക. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ബിഗിനേഴ്സ് നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകുവാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, കണ്ടോ, ഇതൊക്കെ ചെറിയ ലോ ക്വാളിറ്റി പെൻസിൽ വെച്ച് വരച്ചതാണ്. ഇവിടുന്ന് തൊട്ടാണ് തോന്നുന്നു ഞാൻ പെൻസിൽ അപ്ഗ്രേഡ് ചെയ്തു, നല്ലൊരു കളർ പെൻസിൽ വാങ്ങി. അത് വെച്ച് വരയ്ക്കാൻ ആദ്യം തന്നെ നമ്മൾ പ്രൊഫഷണലായി വരയ്ക്കാനൊന്നും പറ്റില്ല. കണ്ടോ, ഫുൾ മിസ്റ്റേക്കാണ്. നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്ത ആളാണല്ലോ ഓരോ സാധനം നമ്മൾക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുക. അപ്പോൾ ഇതാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത പെൻസിൽ. ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് തന്നെ നല്ല പ്രൊഫഷണൽ പെൻസിലിലേക്കാട്ടോ, പോളിക്രോമോസിലേക്കാണ് ഞാൻ മാറിയത്, ഫേബർ കാസ്റ്റലിൻ്റെ. അത് വെച്ച് ഫസ്റ്റ് വരച്ച ഡ്രോയിങ് ആണ് ഇത്. കുഴപ്പമില്ല, സ്കിൻ കളറൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. പിന്നെ അത് വെച്ച് ഞാൻ ഒരുപാട് ടൈം എടുത്ത് വരച്ചൊരു ഡ്രോയിങ്ങാണിത്. പിന്നെ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ടൈമും ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം ചെറിയൊരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇതുപോലൊരു ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എത്രത്തോളം ക്വാളിറ്റിയുള്ള പിക്ചർ വേണമോ അത്രത്തോളം ടൈം എടുക്കും. ഓക്കെ, നമുക്ക് ഈ ചിത്രം 1 hour കൊണ്ട് കളർ ചെയ്യാം,
10 hour കൊണ്ടും കളർ ചെയ്യാം, എന്നാൽ ദിവസങ്ങൾ വെച്ചിട്ടും കളർ ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ടും അപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം പെൻസിലാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ വരച്ചതും പെൻസിൽ ഡ്രോയിങ്സാണ്. പിന്നെ ആദ്യമൊക്കെ നമുക്ക് സാധാ പിക്ചറൊക്കെ വരച്ച് പിന്നെ നമുക്ക് തോന്നും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കണം എൻ്റെ ഡ്രോയിങ്. അങ്ങനെ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് വരച്ചതാട്ടോ ഇത്. അങ്ങനെ റിയലിസ്റ്റിക് വരച്ചിട്ട് പിന്നെ നമുക്ക് തോന്നുന്നത് ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ് വരക്കണം എന്നാണ്. ഓക്കെ, അപ്പം ഈ പിക്ചറുണ്ടോ, ഇതും പോളിക്രോമസ് വെച്ച് വരച്ചതാണ്. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഞാൻ ആ പെൻസിലിൻ്റെ ഒരു ബിഗിനറാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫുട്ബോൾ കാലഘട്ടത്തിൽ വരച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഡ്രോയിങ് ആണ് കേട്ടോ. പക്ഷേ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരച്ച ഡ്രോയിങ് ആകെ കാണുന്നത് ഒന്നെങ്കിൽ വീട്ടുകാർ കാണും, പിന്നെ അടുത്ത സുഹൃത്തുക്കളും കാണും. അവരുടെ അപ്രിസിയേഷൻ മാത്രമേ നമുക്കുള്ളൂ. വലിയ സപ്പോർട്ടുകളൊന്നും എവിടെ നിന്നും കിട്ടാനൊന്നും പോണില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ കാലം കേട്ടോ ഡ്രോയിങ്ങിൻ്റെ. അങ്ങനെ ആ ബുക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ബുക്ക് ഇതാണ്. പക്ഷേ ഈ ബുക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ബുക്കിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പെൻസിൽ അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ. അപ്ഗ്രേഡ് ചെയ്തതല്ല, എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ഒരു പെൻസിൽ ബോക്സ് ആണ് കേട്ടോ. അത് കിട്ടിയത് എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട്, അതായത് വെറും നട്ടരാജൻ്റെ ഒരു HP പെൻസിൽ വെച്ച് വരച്ചു ഞാൻ. പിന്നെ 2B പെൻസിൽ, 3B പെൻസിൽ, 10B പെൻസിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫാസ്റ്റിൽ ഞാൻ ഇടുന്നത്. അതുപോലെ ഈ മോഹൻലാലിനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, അത് ഞാൻ അതായത് നമ്മൾ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ തന്നെ അത് സക്സസ് ആവില്ല എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇതും എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ് കേട്ടോ. ഇതിനെനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു ഡ്രോയിങ് ആണ്. പിന്നെ അത് കുറച്ച് ഡാമേജൊക്കെ ആയിട്ടുണ്ട്, സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്ങിലൊക്കെ എത്താം കരുതി വരച്ച ഡ്രോയിങ്സാണ്. അതുപോലെ ഇതും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതും ഒരു ഫെയിലിയറാണ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾക്ക് പെർഫെക്റ്റായി വരയ്ക്കാൻ പറ്റും എന്നൊന്നുമില്ല. തെറ്റിച്ചിട്ട് വേണം നമ്മൾ വരച്ച് പെർഫെക്റ്റിലേക്ക് വരാൻ, അല്ലേ? ഓക്കെ, ഇതും എനിക്ക് കുറേ അപ്രിസിയേഷൻ കിട്ടിയായിരുന്നു. എവിടുന്ന്? എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും ഫാമിലിയിൽ നിന്ന് കേട്ടോ. അല്ലാണ്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടൊന്നുമില്ല ഒന്നിനും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള കുറേ ഡ്രോയിങ്സൊക്കെ ആയിരുന്നേ. അതുപോലെ നേരം പോക്കിനൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത ഡ്രോയിങ് ആണ് കേട്ടോ ഇതൊക്കെ. ആൻഡ് ഇതാണ് ഞാൻ പെൻസിലാണല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. ഇത് ഞാൻ ആക്രിലിക്ക് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആക്രിലിക്കിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും ഒക്കെ ഒരു ജേണി ഞാൻ വേറെ കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ പെൻസിൽ ഡ്രോയിങ് ജേണി മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതും ഞാൻ പെൻസിലും കുറച്ച് സോഫ്റ്റ് പാസ്റ്റലും യൂസ് ചെയ്തു. പാസ്റ്റൽ യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് അലമ്പായി കിടക്കുന്നത്. ഫേസ് പെൻസിലായിരുന്നു, ബാക്ക്ഗ്രൗണ്ടൊക്കെ മറ്റേ പാസ്റ്റലാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഡാമേജായി. ഇനി ഈ ഡ്രോയിങ് നോക്കിക്കോളൂ കേട്ടോ, മോഹൻലാലിൻ്റെ ഡ്രോയിങ്. ഞാൻ ആദ്യം നേരത്തെ ഒരെണ്ണം ഫെയിലായി കാണിച്ചില്ലേ, അത് ഫെയിലായിട്ട് പിന്നെ വരച്ചൊരു ഡ്രോയിങ് ആയത്. ഇത് കുറച്ച് പെർഫെക്റ്റ് ആയിരുന്നു എനിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പെർഫെക്റ്റ് ആക്കാം എന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, അവസാനം പെർഫെക്റ്റ് ആവുമായിരിക്കില്ലേ. ഇതൊക്കെ പ്രാക്ടീസ് ഡ്രോയിങ് ആണ് കേട്ടോ, എൻ്റെ കളർ പെൻസിൽ പ്രാക്ടീസ്. അതായത് ഈ കളർ പേപ്പറിൽ ഫസ്റ്റ് ട്രൈ ചെയ്തതാണ്. ഇതുപോലെ നേരത്തെ ഒരെണ്ണം ഞാൻ തെറ്റിപ്പോയൊരു ഫോട്ടോ കാണിച്ചായിരുന്നു, അത് വീണ്ടും വരച്ചതാണ് ഇത്. ഇപ്പോൾ ഓക്കെ ആയില്ലേ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ബുക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വരച്ച, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024-25 വർഷ എൻ്റെ ഡ്രോയിങ് ആണ് ഇത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ്ങും ഇപ്പോഴത്തെ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ഇത് ചെറിയ ഒരു മാസത്തിലെയോ ഒരു കൊല്ലത്തിലെയോ മാറ്റമല്ല, എത്ര കൊല്ലത്തിലെയോ 10-15 കൊല്ലത്തിലെ മാറ്റമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ട കാര്യം എന്താണെന്നാണോ ഒരു ഡ്രോയിങ്ങിൽ? പ്രാക്ടീസ് ആൻഡ് പേഷ്യൻസ്. അതായത് നമുക്ക് നല്ല ക്ഷമ വേണം. നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ടോ അത്രയ്ക്കും നല്ല സൂപ്പറായിട്ടുള്ള ചിത്രം നമുക്ക് വരയ്ക്കാം. ഇത് വലിയൊരു വീഡിയോ ആണ്, ഇതാരെങ്കിലും കാണുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ചില ടിപ്സൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.